So hello guys, welcome back to another new video. അപ്പോൾ ഇന്നത്തെ വീഡിയോ പറഞ്ഞാൽ തമിഴ്നാട് കണ്ടിട്ട് എല്ലാവർക്കും മനസ്സിലുണ്ടാവും. ഞാൻ പുതിയ സൈക്കിൾ ഇറക്കി. അപ്പോൾ സൈക്കിൾ പറഞ്ഞാൽ ജസ്റ്റ് ഒരു സൈക്കിളൊന്നുമല്ല, ഒരു ഗിയർ സൈക്കിളാണ് വിത്ത് ഫാറ്റ് ടയർ. ടയറിൻ്റെ സൈസ് ഇത്രയും വലിയ ടയറാണ്, ഇത്ര വിത്തുമുണ്ട്. അപ്പോൾ ഇത് വാങ്ങാൻ കാരണം പറഞ്ഞാൽ അത്യാവശ്യം എനിക്ക് പോകേണ്ട അടുത്തെല്ലാം, അതായത് നാട്ടിൽ തന്നെ കുറച്ച് സ്ഥലത്ത് അടുത്തെല്ലാം പോണ്ടിക്കൽ ജസ്റ്റ് സൈക്കിൾ എടുത്ത് പോകാൻ എനിക്ക് നല്ലത്. അതായത് എന്തെങ്കിലും സാധനം മേടിക്കലും. ഇപ്പോൾ ഞാൻ ജിമ്മിൽ ചേരുന്നുണ്ട്, ജിമ്മിൻ്റെ അടുത്താണ്. അപ്പോൾ ജസ്റ്റ് വണ്ടി എടുത്ത് പോകുന്നതിനേക്കാളും നല്ലത് ഞാൻ സൈക്കിൾ എടുത്ത് പോകുന്നത് തന്നെ. അപ്പോൾ പെട്രോൾ ലാഭിക്കേണ്ടിയിട്ടാണ് മെയിൻലി ഞാൻ ഇത് വാങ്ങാൻ കാരണം. പിന്നെ അത്യാവശ്യം ഇത് ദൂരെ എവിടെയെങ്കിലും പോകുന്നുണ്ടെങ്കിൽ എനിക്കിത് എന്താ പറയുക, ഇത് ഫോൾഡ് ചെയ്യാൻ പറ്റും. ഫോൾഡ് ചെയ്യുന്നൊരു ഓപ്ഷൻ ഉണ്ട് ഇവിടെ. അപ്പോൾ ഇതിങ്ങനെ വലിച്ചിട്ട് ഞാൻ കാണിച്ചു തരാം, അത് വീഡിയോ കിടക്കുമ്പോൾ. അപ്പോൾ ഇതിനാണ് ഞാൻ വാങ്ങാൻ കാരണം സൈക്കിള്. അപ്പോൾ ഈ സൈക്കിള് എവിടെ നിന്നാണ് വാങ്ങിയത്, എന്തിനാണ് വാങ്ങിയത് ഇപ്പോൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. പിന്നെ എങ്ങനെ ഇത് ഓടിക്കാൻ ചെറിയ രീതി ഞാൻ പറഞ്ഞുതരാം. പിന്നെ ഇതിന് എനിക്ക് തോന്നി നല്ല അഡ്വാൻറ്റേജും കുറച്ച് ഡിസഡ്വാൻറ്റേജും ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. പിന്നെ ഇതൊക്കെയാണ് ഇതിനകത്ത്. പിന്നെ പ്രൈസും, പിന്നെ ഇതിൻ്റെ പിന്നെ വാങ്ങി കുറച്ച് എക്സ്ട്രാ എക്സസൈസും ഒന്ന് ഞാൻ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ നമുക്ക് ഡയറക്റ്റ്ലി വീഡിയോ കിടക്കാം. ഓക്കെ, ഫസ്റ്റ് തന്നെ ഇതിൻ്റെ റൈഡിങ് ഇത് നോക്കാം. അതായത് ഇവിടെ 7 ഷിഫ്റ്റ് ഉണ്ട്. 1, ഇത് 2 ആണ്, 3, 4, 5, 6, 7. അതിന് ഇപ്പോൾ സൈഡ് 3 ഷിഫ്റ്റർ, 1, 2, 3. അപ്പോൾ ഈ 3 എന്ന് പറഞ്ഞാൽ ലെഫ്റ്റ് സൈഡിൽ 3 എന്ന് പറഞ്ഞാൽ ഇവിടെയുള്ള ചെയിനാണ്. അതായത് 1 ഫോക്കസ് വന്ന് ഓക്കെ ഫോക്കസ്, ഇത് 1, ഇത് 2, ഇത് 3. അതായത് വലുതാണ് ഏറ്റവും 3, ചെറുതാണ് ഫസ്റ്റ്, നടുക്കത് സെക്കൻഡ്. ഇപ്പോൾ റൈറ്റ് സൈഡിലെ 7 കാണിക്കുന്നത് ഇവിടുത്തെ വലുതാണ് ഫസ്റ്റ്, ഇത് സെക്കൻഡ്, തേർഡ്, ഫോർത്ത്, ഫിഫ്ത്ത്, സിക്സ്ത്ത്, സെവൻത്ത്. അപ്പോൾ ഒരിക്കലും ലെഫ്റ്റ് സൈഡിലെ തേർഡും, അതായത് ഈ ലെഫ്റ്റ് സൈഡിലെ തേർഡും ഇടുമ്പോൾ റൈറ്റ് സൈഡ് ഒരിക്കലും ഫസ്റ്റ് ഇടരുത്. അതായത് വലുതും ഒരിക്കലും വരാൻ പാടില്ല. അതുപോലെ തന്നെ ലെഫ്റ്റ് സൈഡിലെ ഫസ്റ്റും റൈറ്റ് സൈഡിലെ 7th ഇടാൻ പാടില്ല. ചെറുതും ഒരിക്കലും വരാൻ പാടില്ല, ചങ്ങലക്ക് കംപ്ലൈൻ്റ് ആവും. അപ്പോൾ ഞാൻ ഗിയർ കറക്റ്റ് ഇടണമെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇവിടെ 1, 2, 3 വരെ നമുക്ക് ഫസ്റ്റ് ഇതിൽ പോവാം. 3ക്ക് ശേഷം ഒരു 4, 5 നമ്മൾ സെക്കൻഡിലിടണം. അതുപോലെ തന്നെ 5ൻ്റെ മേലെയോ 7 വരെ നമുക്ക് തേർഡില്ല. അന്നേരം ഈ ചെയിന് കറക്റ്റായിട്ട് വെക്കും. ചെയിന് കറക്റ്റായിട്ട് നമ്മളിപ്പോൾ മെയിൻറ്റെയിൻ ചെയ്യണം. ഇപ്പോൾ ഇതിൻ്റെ നേരെ അതിൻ്റെത്. അപ്പോൾ ഇങ്ങോട്ടേക്ക് എത്തുമ്പോൾ ചെയിന് കുറച്ച് ചെരിഞ്ഞിട്ടാണ് ഉണ്ടാവും. പിന്നെ ഇവിടെ ഉണ്ടാകുമ്പോൾ ചെരിഞ്ഞ് അങ്ങോട്ട് ചെരിയും. അപ്പോൾ അത് ഓടിക്കുമ്പോൾ കുറച്ചൊരു ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതാണ് ഇത് ജസ്റ്റ് ഒന്ന് റൈഡ് ചെയ്യേണ്ട പറഞ്ഞു തന്നത്. ഇപ്പോൾ പ്രത്യേകിച്ച് നിങ്ങളൊരു ഗിയർ സൈക്കിൾ ഫ്രണ്ടിലായിട്ടും കിട്ടുമ്പോൾ വെറുതെ എങ്കിലും ഗിയർ ഇട്ടിട്ട് കൊളാക്കാൻ നിൽക്കാറ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ജസ്റ്റ് ഒന്ന് പറഞ്ഞു തന്നത്. ഇനി എപ്പം ഗിയർ സൈക്കിൾ ഇങ്ങനെ കൈമ കിട്ടുമ്പോൾ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാം. ഓക്കെ, ഇതെന്തിനാണ് വാങ്ങിയതെന്ന് ഞാനിപ്പോൾ പറഞ്ഞു കഴിഞ്ഞു. അത്യാവശ്യം അടുത്ത് വേണ്ടിയിട്ട് പെട്രോൾ ലാഭിക്കാൻ അതിനൊക്കെ. പിന്നെ ഇതിൻ്റെ എക്സ്ട്രാ ഫീച്ചേഴ്സ് പറഞ്ഞാൽ ഇപ്പോൾ ഇത് ഫോൾഡ് ചെയ്യാൻ പറ്റും. അതായത് ഇതിങ്ങോട്ടേക്ക് ഇപ്പോൾ 1 ഹാൻഡ് ഇല്ല, ഞാൻ നോക്കിയിട്ട് വീട്ടിൽ നിന്ന് കാണിച്ചു തരാം. അത് ഫോൾഡ് ചെയ്ത പാർട്ട് വീഡിയോ അതൊന്ന് ഇപ്പോൾ നിങ്ങൾ കണ്ടിട്ട് വരും. ഇപ്പോൾ ഈ ലോക്ക് ഓണാക്കുക പറഞ്ഞാൽ ആദ്യം ഇത് ഇങ്ങോട്ടേക്ക് ആക്കുക. അതിനുശേഷം ഈ സാധനം അങ്ങോട്ടാക്കിയിട്ട് ഈ സാധനം കുറച്ച് പൊന്തിക്കുക. പൊന്തിച്ചതിന് ശേഷം ഇങ്ങോട്ട് പുലർത്തുക. എല്ലാം ഫോൾഡ് അൺലോക്ക് ആയിട്ടുണ്ട്. പിന്നെ ഇത് എത്രത്തോളം ബെൻഡാമെന്ന് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഇത് ഫോൾഡ് ചെയ്ത ശേഷം ഇത്രത്തോളം നമുക്ക് ഫോൾഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിന് ശേഷം നമുക്കിങ്ങനെ കാറിൽ നമുക്കിപ്പോൾ ഡിക്കിലൊക്കെ വെച്ചിട്ട് പോകാം. അപ്പോൾ ഈ ഒരു രീതിയിലേക്കായി മാറിയിട്ടുണ്ട്. ഇത്രയും ഫോൾഡ് ചെയ്യാൻ പറ്റും. ഇതാണ് ഫോൾഡിങ് പാർട്ട്. നിങ്ങളെ ഫോൾഡ് ചെയ്ത പാർട്ട് കണ്ടു എന്ന് തോന്നുന്നു. അപ്പോൾ ഫോൾഡ് ചെയ്യാൻ ഞാൻ ഇത്രയേ ഉള്ളൂ. ഇത് മടക്കിയിട്ട് നമുക്ക് കാറിലെല്ലാം പെട്ടെന്ന് കൊണ്ടാക്കാം. അപ്പോൾ അതിനാണ് ഈ ഫോൾഡിങ്. ഞാൻ എക്സ്ട്രാ വാങ്ങിയ ആക്സസറീസ് ഞാൻ കാണിച്ചു തരാം. ഇതിപ്പോൾ ഇതിൻ്റെ ഒപ്പം എക്സ്ട്രാ വാങ്ങിയൊരു ആക്സസറീസ് ചെയ്ത്, അതായത് നമ്മളെ ലോക്ക്. അപ്പോൾ ഇത് ഇങ്ങനെ എന്താ പറയുക, ഇവിടെ താക്കോലിട്ടിട്ട് തിരിച്ചിട്ട് താക്കോൽ എടുക്കാൻ വിട്ടുപോയി, അതുകൊണ്ടാണ് കാണിക്കാൻ പറ്റാത്തത്. ഇതിങ്ങനെ എടുത്തിട്ട് നമുക്കിത് ലോക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് സൈക്കിൾ സേഫ് ആയിട്ട് വെക്കാം അത്യാവശ്യം. സെക്കൻഡ് വാങ്ങിയതൊരു സീറ്റ് കവറാണ്, ജെൽ സീറ്റ് കവർ. അപ്പോൾ ഇതിൻ്റെ ഒറിജിനൽ കവർ ഇതിൻ്റെ അടിയിലുണ്ട്. ഇതാണ് ഇതിൻ്റെ ഒറിജിനൽ. ഇത് ഞാൻ എക്സ്ട്രാ വാങ്ങിയിട്ടൊരു കവറാണ്.
പിന്നെ ഇതിൻ്റെ ഒപ്പം എക്സ്ട്രാ വാങ്ങി കഴിഞ്ഞാൽ ഒരു ഹെൽമെറ്റ് വാങ്ങിന്, അതിൻ്റെ ഫോട്ടോ ഞാൻ കാണിച്ചു തരാം. പിന്നെ ഒരു മഡ് ഗാർഡ് ഇപ്പോൾ ഇതിൻ്റെ ഒപ്പം ഇല്ലാന്ന്, സ്പെയർ എക്സ്ട്രാ വാങ്ങിയാന്ന്. പെട്ടെന്ന് മഴയത്ത് ചളി ഇറക്കുന്നതുകൊണ്ട് അതിനൊരു യൂസിനൊക്കെ വാങ്ങിയതാണ്. പിന്നെ ഫ്രണ്ട് മഡ് ഗാർഡും ഉണ്ട്, അത് അതിൻ്റെ ഒപ്പം പെയറാണ്. പിന്നെ വാങ്ങി കഴിഞ്ഞാൽ ഗ്ലൗസ് ഒന്നും വാങ്ങിയിട്ടില്ല, കാരണം ഓൾറെഡി എൻ്റെ അടുത്ത് ഗ്ലൗസ് ഉണ്ട്. പിന്നെ ഇതിൻ്റെ ഒപ്പം ഒരു പമ്പ് ഫ്രീ ആയിട്ട് കിട്ടീന്, ആകെ പമ്പ് ഫ്രീ കിട്ടിയിട്ടില്ലു. വേറെ എന്ന് പറഞ്ഞാൽ ഈ ലോക്ക് കണ്ടു. അത്രയും സാധനങ്ങളാണ് ഇതിൻ്റെ ഒപ്പം എക്സ്ട്രാ വാങ്ങിയത്. വേറൊന്നും എക്സ്ട്രാ പർച്ചേസ് ചെയ്തില്ല. അപ്പോൾ എല്ലാം കൂടി ഞങ്ങൾക്കൊരു 20,000 റുപ്പീസിൻ്റെ അടുത്തായിന്. സൈക്കിളിന് മാത്രം 18,950, അതായത് 19,000 റുപ്പീസ്, 19,000 റുപ്യ ആയിന് സൈക്കിളിന് മാത്രം. അപ്പോൾ ഇതെവിടുന്ന് വാങ്ങിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളെ തലശ്ശേരി കീർത്തി എന്നാണ് വാങ്ങിയത്. അപ്പോൾ അതിൻ്റെ കറക്റ്റ് ലൊക്കേഷൻ ഞാൻ ഇവിടെ സ്ക്രീനിൽ നിങ്ങൾക്ക് കാണിച്ചു തരാം, എവിടെയാണ് അതെന്ന്. അപ്പോൾ ഇത് വേറെ അവൈലബിൾ ആയിരിക്കും, പക്ഷേ തലശ്ശേരി ഞങ്ങൾക്ക് അവിടെ മാത്രമേ കണ്ടിട്ടുള്ളൂ. വേറെ ഉണ്ടെങ്കിൽ ഞാനത് പറയുന്നതാണ് ഈ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്തേക്ക് തന്നെ. പിന്നെ സൈക്കിളിൻ്റെ അഡ്വാൻറ്റേജ് പറഞ്ഞാൽ ഇപ്പോൾ എനിക്ക് എവിടെ വേണമെങ്കിൽ കൊണ്ടുപോകാം, അതായത് അത്യാവശ്യം അടുത്തെല്ലാം കൊണ്ടുപോകാം, അതിനെല്ലാം വേണ്ടിയിട്ടാണ്. പിന്നെ നല്ലൊരു സ്മൂത്തായിട്ട് റൺ ചെയ്യുന്നുണ്ട്, കാണാനും കുറച്ചൊരു എന്താ പറയുക, നല്ല ഫാറ്റ് ആയതുകൊണ്ട് എല്ലാം ശ്രദ്ധിക്കാനാണ് എനിക്ക് വേണ്ടത്, എൻ്റെ കാര്യം നടക്കുകയാണ് വേണ്ടത്. അപ്പോൾ കുറച്ച് അഡ്വാൻറ്റേജ് പറഞ്ഞാൽ ഉപകാരം തന്നെ, അതായത് പെട്രോൾ ലാഭിക്കുക അങ്ങനത്തെ ഒക്കെ കാര്യമാണ് അഡ്വാൻറ്റേജ് ആയിട്ട് പറയേണ്ടത്. ഇപ്പോൾ ഡിമെറിറ്റ്സ് പറഞ്ഞാൽ ഇതിൻ്റെ ഹാൻഡിൽ എനിക്ക് ചെറുതായിട്ടാണ് തോന്നിയത്, അതായത് ഇപ്പോൾ സാധാ സൈക്കിളിൻ്റെ അത്ര അതിനെക്കാട്ടും ചെറുതാണോ അത്ര വലിയൊരു വിടുത്തായിട്ട് എനിക്ക് തോന്നില്ല, കുറച്ചൊരു ഒട്ടിപ്പിടിക്കേണ്ട പോലെ എനിക്ക് തോന്നുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ സീറ്റിൻ്റെ സൈസും എനിക്ക് ചെറുതായിട്ട് വരും, നമുക്ക് എന്താ പറയുക കറക്റ്റ് അവിടെ കൊള്ളുന്നില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു രണ്ട് കുഴപ്പം എനിക്ക് തോന്നിയിട്ടില്ല, വേറൊരു കുഴപ്പമില്ല. ഡിസഡ്വാൻറ്റേജ് ആയിട്ട് പറയുന്നുണ്ടെങ്കിൽ പിന്നെ അഡ്വാൻറ്റേജിൽ ഇപ്പോൾ നമുക്ക് ഫോൾഡ് ആയിട്ട് വണ്ടിയിലും വെച്ചിട്ട് കൊണ്ടുപോകാം. അപ്പോൾ കാറിലൊക്കെ വെച്ചിട്ട് നമുക്കിപ്പോൾ ട്രക്ക് ചെയ്യുമ്പോൾ ഉപയോഗിക്കാം. അപ്പോൾ അതൊരു അഡ്വാൻറ്റേജാണ്. ഞാൻ ശരിക്കും വാങ്ങാൻ ഉദ്ദേശിച്ച മോഡലാണ് ഞാനിപ്പോൾ ഇങ്ങനെ കാണിച്ചു തരാം. അപ്പോൾ ഇതിൻ്റെ അകത്ത് എന്താ പറയുക, ഫോൾഡ് ചെയ്യാൻ പറ്റില്ല. അതുപോലെ തന്നെ വേറൊരു സൈക്കിൾ നോക്കി വെച്ചായിരുന്നു, അതിങ്ങനെ കണ്ടിട്ട് വരും. അപ്പോൾ ഇതിൻ്റെ അകത്ത് പറഞ്ഞാൽ ഫോൾഡ് ചെയ്യാൻ പറ്റും, പക്ഷേങ്കിൽ സൈസില്ല. പക്ഷേങ്കിൽ സൈസിൽ തന്നെ വേണമെന്നുണ്ടായിരുന്നു ടയർ, കാരണം നല്ലൊരു ഇത് എനിക്ക് ചേരും, കുറച്ച് തടിച്ചിട്ടാണ്, ഓവർ തടിയൊന്നുമില്ല, എന്നാലും സൈസിലെ ടയർ വേണമെന്നുണ്ട്. പക്ഷേ ഫോൾഡും ചെയ്യണം. അപ്പോൾ കറക്റ്റ് കിട്ടിയത് ആമസോൺ ഓൺലൈനിൽ നിന്ന് കിട്ടിയിട്ടില്ല, അതുകൊണ്ട് നേരിട്ട് നാട്ടിൽ നിന്ന് വാങ്ങി. അപ്പോൾ ഇതാ സംഭവം സൈക്കിള്. അപ്പോൾ ഇനി ഒരു സൈക്കിളായിട്ട് റൈഡെല്ലാം ഉണ്ടാവും. അപ്പോൾ പാർട്ട് 2 പാർട്ട് 3 ആയിട്ടെല്ലാം ഉണ്ടാവുക, ജസ്റ്റ് വേറെ തന്നെ ഒരു ഇതായിട്ടുണ്ടാവുക. ഇതിപ്പോൾ സൈക്കിൾ വാങ്ങാൻ പറ്റി മാത്രം പറഞ്ഞു, ഇതിൻ്റെ റേറ്റും പിന്നെ ഇതെന്തിനു വാങ്ങിയെന്നും എവിടെ നിന്ന് വാങ്ങിയെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇത്രയും നേരം കണ്ടവർക്ക് താങ്ക് യു ആൻഡ് സീ യു ഗൈസ് ഇൻ നെക്സ്റ്റ് വീഡിയോ. ഓക്കെ, ബൈ.